കോഴിക്കോട് ഫറോക്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി അസം സ്വദേശി പ്രസംജിത്താണ് ചാടിപ്പോയത്. കൈവിലങ്ങുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഇതിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം ഇവിടെ ഒരു കുണ്ടുണ്ട് ഇത് അവിടെ തന്നെ. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടി എടുക്കാൻ പോണ പോലെ. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്, ചെറുതായി പതുക്കെ. അപ്പോൾ അതിൻ്റെ ശേഷം അപ്പം തന്നെ പോലീസുകാർ വന്ന് അവർ ഓടുന്ന ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇതിൽ കൂടെ കുറച്ച് മുമ്പാണ്ട് ഓടീനി. പിന്നെ കുറേ സാറുമാരൊക്കെ വന്ന് ജരിച്ചില്ലായി. വിലങ്ങനെ ശ്രദ്ധിച്ചില്ല. അതായത് ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം ഇവിടെ ഒരു കുണ്ടുണ്ട്. അപ്പം അങ്ങനെ അതിൽ ഒച്ചയിൽ നമ്മൾ നോക്കിയാണ്. അപ്പോൾ ഒരു കൈ ഇങ്ങനെ ആക്കിയിട്ടാണ് ആളിങ്ങനെ വെല്ല ഇങ്ങനെ പോണത് ഇത്തിരി ഓടിയിട്ട്. അങ്ങനെ പിന്നെ കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെ ഫുള്ളും തിരിഞ്ഞു ഇങ്ങോട്ടേക്ക്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഷബീർ, ഇയാൾ എപ്പോഴാണ് ചാടിപ്പോയത്? ഇയാളെ കണ്ടെത്തിയോ വീണ്ടും? അമൃത, ഇന്ന് വൈകിട്ട് ഏതാണ്ട് 7:20 കൂടിയാണ് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അസം സ്വദേശിയായിട്ടുള്ള പ്രസംജിത്ത് എന്ന പ്രതി ചാടിപ്പോയത്. പോലീസ് ഇന്ന് രാവിലെയാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് കോടതിയിൽ ഹാജരാക്കാനായി കാത്തിരിക്കുമ്പോഴാണ് ഇയാളെ സ്റ്റേഷനകത്ത് ഒരു ബെഞ്ചിലിരുത്തിയ സമയത്താണ് പോലീസുകാരുടെ ശ്രദ്ധ മാറിയ സമയത്ത് വൈകിട്ട് 7:20 കൂടി പ്രസംജിത്ത് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോവുകയായിരുന്നു, രക്ഷപ്പെടുകയായിരുന്നു. ഇയാളൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. അതായത് ബീഹാർ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പരാതിയിലെ പ്രതിയാണ്. 2 ദിവസം മുമ്പായിരുന്നു ഈ പരാതി. ഇന്നാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ്. അദ്ദേഹം ഈ സ്റ്റേഷന് പിറകിലൂടെ ഈ പ്രസംജിത്ത് നടന്നു പോകുന്നതായി കണ്ടു എന്നാണ് ആ യുവാവ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫറോക്ക് പോലീസ് സ്റ്റേഷനടുത്തുള്ള ചന്ത റോഡിന് സമീപത്തുള്ള ഒരു വീട്ടുമുറ്റത്താണ്. ഈ വീട്ടുമുറ്റത്ത് കൂടെ ഇയാൾ ഈ പ്രസംജിത്ത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ കടന്നുപോയി. അത് ഈ സമയത്ത് ഏതാണ്ട് ഈ സമയത്ത് തന്നെയെന്നാണ് ഈ വീട്ടുകാരൻ പറയുന്നത്. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ശ്യാംജി. നിങ്ങൾ എന്താണ് കണ്ടത്? ഞാനൊരു വൈറ്റ് ഷർട്ട് ഇട്ട ആള് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. ഞാൻ കരുതിയത് എന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഹിന്ദി ജോലിക്കാരോ ആണെന്നാ വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ പോലീസ് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നു. ആ വീട് ചെക്ക് ചെയ്തപ്പോ ആ വീട് അടഞ്ഞിട്ടുണ്ട്. എന്നാലും പോയ ആള് തിരിച്ചു വന്നിട്ടുമില്ല. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടാണ്. ഹിന്ദിക്കാര് 2-3 ഹിന്ദിക്കാരുണ്ട്, മലയാളികളുണ്ട്. അപ്പോ പോയ ആള് തിരിച്ചു വന്നിട്ടില്ല. എന്നാലാണോ ഇതിലെ രാത്രിയൊന്നും ആരും പോവാറുമില്ല. ആ വീട്ടിലുള്ള ആളുകൾ മാത്രമേ ഇതിലെ പോവാറുള്ളൂ രാത്രിയിൽ. സാധാരണ ഇതിൽ അവരെ വരാറുള്ളൂ. അതിനപ്പുറത്തേക്ക് വീടുകളോ വഴിയോ ഉണ്ടോ? വഴിയുണ്ട്. അതിലെ പോയി കഴിഞ്ഞാല് പല ഭാഗത്തേക്ക് എത്താം. റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തേക്ക് എത്താം. പിന്നെ കോട്ടപ്പാടത്ത് കൂടെ ഇതിലെ ഉള്ളിലൂടെ ഒക്കെ പല ഭാഗത്തേക്കും വഴികളുണ്ട്, റോഡുകളൊക്കെ ഉണ്ട്. കയ്യിൽ വിലങ്ങോ മറ്റോ ശ്രദ്ധിച്ചിരുന്നു? നേരം ഒരു ഇരുട്ടിയ നേരം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. 7:30 കൂടിയാണല്ലേ? 7:30 കൂടിയിട്ടാണ് സംഗതി. ഓടുകയല്ല ആള്. ചിലപ്പോ അയാൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം. മെല്ലെ നടന്നാ പോയത്. വസ്ത്രം വെള്ള ഷർട്ടാണ് കണ്ടത്. വേറെ മുഖമൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രതിയോട് രൂപസാദൃശ്യമുള്ള ഒരാൾ, ഒരു അപരിചിതൻ ഇതുവഴി പോയി എന്നാണ് ഈ വീട്ടുകാരൻ പറയുന്നത്. ഏതാണ്ട് 7:30 കൂടി ഇതുവഴി പോയി. ഇതിന് തൊട്ടപ്പുറത്ത് ഇപ്പോൾ പറഞ്ഞ ഈ പ്രതികരണം കണ്ട ആളുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ, അവിടെ ഇപ്പോൾ ഇരുട്ടാണ്, അവിടെ ആരും ഇല്ല. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടാണ്. സാധാരണഗതിയിൽ ഏതാണ്ട് ഒരു 12 മണിയോട് കൂടിയാണ് അവിടെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ വരാറുള്ളത്. എന്നാൽ ഇന്ന് നേരത്തെ ഒരാൾ പോകുന്നത് കണ്ടു. തിരിച്ചു പോകുന്നതും കണ്ടിട്ടില്ല. തുടർന്ന് പോലീസ് വിവരം അറിഞ്ഞ് പോലീസ് ഇവിടെ എല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ നിന്ന് ചെറിയ റോഡ് കയറി, അതായത് ഒരു പറമ്പിലൂടെ കയറി പിന്നീട് അങ്ങോട്ട് അപ്പുറത്ത് മറ്റൊരു വഴിയിലേക്ക് കയറാൻ കൂടി കഴിയും. ആ നിലയ്ക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അടക്കം കോട്ടപ്പുറം തുടങ്ങിയ സ്ഥലത്തിലേക്ക് അടക്കം പോകാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും വലിയ തെരച്ചിൽ, വ്യാപകമായ തെരച്ചിലാണ് ഈ രക്ഷപ്പെട്ട പ്രതിക്കായി ഫറോക്ക് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടത്തുന്നത്. ദൂരസ്ഥലത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നൊരു അനുമാനം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കയ്യിൽ വിലങ്ങ് അണിയിച്ച നിലയിലായിരുന്നു ഈ പ്രസംജിത്ത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ആ നിലയ്ക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. അങ്ങനെ പോയാൽ തന്നെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടും. മാത്രമല്ല ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ചാടിയിരിക്കുന്നത്. കൈവിലങ്ങുമായാണ് അയാൾ ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ എളുപ്പമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിവരങ്ങളാണ് ഷബീർ ഒമർ പങ്കുവച്ചത്.